നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ബ്ലഡ് പ്രഷർ നിർബന്ധമായും നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ അപകടത്തിലാകും. BP കൂടിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇ ഡാനിഷ് ആണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രക്താതിസമ്മർദ്ദം എന്ന് പറയും. അതായത് ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ നോർമൽ ഒരു ബ്ലഡ് പ്രഷറുണ്ട്. അതായത് നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ ഇടതുവശത്തുള്ള നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ അത് ശുദ്ധ രക്തവാഹിനി അയോർട്ടയിലേക്കൊരു ബ്ലഡ് പമ്പ് ചെയ്യും. അത് എല്ലാ വ്യക്തികളിലും ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ രക്തക്കുഴലുകൾക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രഷറാണ് ഡയസ്റ്റളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ പ്രഷർ കൂടുതലായിട്ട് കാണുന്നതിന് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. രക്താതിസമ്മർദ്ദം എന്നാണ് ഇതിനെ മലയാളത്തിൽ നമ്മൾ അതിസമ്മർദ്ദം, കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമ്മർദ്ദം, അതാണ് ഹൈപ്പർ ടെൻഷൻ. അതായത് ഒരാളുടെ BP 140/90 മുകളിലായിട്ട് രണ്ട് തവണകളിലായിട്ട് നമ്മൾ ഒരു 1-2 ആഴ്ചക്കിടയിലായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ BP 140/90 മുകളിലാണ് കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് നമുക്ക് വിളിക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ BP എത്രയായിരിക്കണം? പിന്നെ വ്യതിയാനം ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് അപകട സാധ്യത ഉണ്ടാവുക? അതായത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 140/90 മുകളിലായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കണ്ടാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒറ്റ റെക്കോർഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു 2 ആഴ്ച ഇടവേളയിൽ ആ BP പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യമായി നോക്കുമ്പോൾ തന്നെ നമുക്ക് 180/110 മുകളിലാണെങ്കിൽ നമ്മളതിന് സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് ഒരാളുടെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ അത്രയും BP കാണുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മളുടെ ഹൃദയം ഇത്രയും പ്രഷറിലാണല്ലോ ഇടിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് വേറെ അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൃത്യമായ പരിശോധന ആവശ്യമാണ്. അവർക്ക് കൃത്യമായ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അവരെ നമ്മൾ സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് മാറ്റും. അതല്ലാതെ ചിലപ്പോഴും നമുക്കൊരു അറ്റാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ ഒക്കെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. അതായത് BP 180 അതായത് 120 മുകളിലാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയും. വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രഷറാണിത്. അപ്പോൾ നമ്മളുടെ തലച്ചോറിലേക്കും ബാക്കിയുള്ള അവയവങ്ങളിലേക്കൊക്കെ നമ്മുടെ ഹൃദയം ഇത്രയും പ്രഷറിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറിനോ അതേപോലെയുള്ള കിഡ്നി ഇങ്ങനത്തെ അവയവങ്ങൾക്കൊന്നും ഇത്രയും പ്രഷറിനെ ഓട്ടോ റെഗുലേറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ എത്ര പ്രഷറിലാണ് നമ്മുടെ ഹൃദയം ഇപ്പോൾ ഇടിക്കുന്നത്, ഒരു 180/90 നമ്മുടെ തലച്ചോറൊക്കെ അതിനെ ഓട്ടോ റെഗുലേറ്റ് ചെയ്ത് അത് ഇത്രയും BP ഇത്രയും അടിച്ചു കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഓട്ടോ റെഗുലേറ്റ് ചെയ്തിട്ടാണ് ആ പ്രഷറിനെ സ്വീകരിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടം വരുമ്പോൾ, അതായത് നമ്മളുടെ 180/120 മുകളിലാവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ബ്രെയിനിനും കിഡ്നിക്കൊന്നും ഇത്രയും പ്രഷറിനെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അവയവങ്ങൾ കേടാവും. അതിനെയാണ് നമ്മൾ ഈ ഓട്ടോ റെഗുലേഷൻ പോയി. അപ്പോൾ ആ രോഗികൾക്ക് നമ്മൾ മണിക്കൂറുകൾക്കകം പ്രഷർ നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും. അതിന് നമുക്ക് ഇഞ്ചക്ഷൻ പോലെയുള്ള മരുന്നുകൾ ആവശ്യമാണ്. ആ രോഗികൾക്ക് വളരെ സീരിയസ് ആയ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുക. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ BP കൂടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? പലപ്പോഴായി BP കൂടാനും കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെ നമുക്ക് 2 തരമായിട്ട് തിരിക്കുക ചെയ്യാം. അതായത് ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ, ഒന്ന് നോൺ മോഡിഫയബിൾ എന്ന് പറയും. അതായത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ചേഞ്ച് ആക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. മറ്റത് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല, നോൺ മോഡിഫയബിൾ. ഒന്ന് നമ്മുടെ പ്രായം തന്നെ. രണ്ടാമത് നമുക്ക് കുടുംബപരമായിട്ട് പ്രഷർ ഉണ്ടെങ്കിൽ, ഒരു പ്രായത്തിൽ എല്ലാവർക്കും വരികയാണെങ്കിൽ അവർക്ക് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ എടുക്കണം. അതേപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ അസുഖമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവർ നോൺ മോഡിഫയബിൾ ഗ്രൂപ്പാണ്. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് നമ്മളുടെ പൊണ്ണത്തടി,
രണ്ടാമത്തെ കൂർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നി അതുകൊണ്ട് തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ ഫുഡ്, സ്ട്രെസ്സ്, സ്മോക്കിംഗ്, പിന്നെ മദ്യം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ദുശീലങ്ങളിലും അതേപോലെ തന്നെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, വെയിറ്റ് ഗെയിന്, പിന്നെ ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഇന്നത്തെ ഫുഡ് സ്റ്റൈൽസ്, ഇതൊക്കെ നമുക്ക് പ്രഷർ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഡോക്ടർ പറഞ്ഞതിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ഈ ബ്ലഡ് പ്രഷറിനെ വ്യതിയാനത്തിൽ നമുക്ക് വ്യതിയാനം കൂടാനും കുറയാനും കാരണമാകുന്നുണ്ടല്ലേ? അതായത് ഇന്ന് നമുക്ക് ഈ പ്രഷറുള്ള ഈ കൂടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളൊന്നും എക്സസൈസ് ഇല്ലാത്തതാണ് മെയിനായിട്ട്. പണ്ട് കാലത്തൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കളിക്കാൻ പോകും, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ നമ്മളുടെ പുതിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇങ്ങനത്തെയൊക്കെ വന്നതിന് ശേഷം ആർക്കും ഒരു എക്സസൈസോ, നമ്മളുടെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നൊരു സംഗതി ചെറിയ കുട്ടികൾ മുതൽ അങ്ങോട്ടേക്കുള്ള യങ്ങർ ജനറേഷൻ ആളുകൾക്ക് എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ എന്തെങ്കിലും കളികൾ, അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ അവർക്ക് നമ്മുടെ സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ച, മാനസികമായിട്ടുള്ള എന്തെങ്കിലും എൻജോയ്മെൻറ്റ്സ് കിട്ടുന്ന അവരുടെ കളികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസ്, അല്ലെങ്കിൽ അവർ ഡാൻസ്, മ്യൂസിക്, ഇങ്ങനത്തെ സംഗതികളിലൊന്നും വളർച്ച കുറഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടി വരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോഴും നമുക്ക് ഹൈപ്പർ ടെൻഷൻ വളരെ സർവ്വസാധാരണമായിട്ട് കാണാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ BP കൂടിയാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് BP കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനിപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സൈലൻറ്റ് കില്ലർ എന്നാണ്. പ്രഷർ കൂടുതലുള്ള ഒരാൾക്ക് യാതൊരു ലക്ഷണങ്ങളും സാധാരണ നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ അപൂർവമായിട്ട് പ്രഷർ കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്സിപിറ്റൽ ഹെഡേക്ക്, അതായത് തലയുടെ പിറകുവശത്ത് ഒരു ശക്തമായ തലവേദനകൾ ചില ആളുകൾ പറയാറുണ്ട്, തലയ്ക്ക് കനം, അതേപോലെ ചില ആളുകൾക്ക് തലകറക്കം, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ. പിന്നെ ഈ അവയവങ്ങളെയൊക്കെ ബാധിക്കുമ്പോൾ, അതായത് പ്രഷർ കൂടിയിട്ട് നമ്മളുടെ ഓരോ അവയവങ്ങൾക്കും തകരാറ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ പ്രഷർ കൂടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ഹൃദയത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം വളരെയധികം പ്രഷർ നമ്മൾ ഈ അയോർട്ട അതേപോലുള്ള രക്തക്കുഴലിലേക്ക് വ്യാപിപ്പിച്ച് അത് എല്ലാ രക്തക്കുഴലിലും അതിൻ്റെ ടാർഗറ്റ് ഓർഗൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മളുടെ കിഡ്നി, പിന്നെ നമ്മുടെ കണ്ണ്, എല്ലാ അവയവങ്ങളെയും ഇത്രയും പ്രഷറിൽ, ഇപ്പോൾ ഒരു ആളുടെ ഹൃദയം ഒരു മിനിറ്റിൽ നമ്മൾ ആലോചിച്ച് നോക്കും 190, 100 ആ ഒരു പ്രഷറിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് തകരാറുകൾ ഉണ്ടാക്കും. അപ്പോൾ ആൾക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിലും തലച്ചോറിലെ ഒരു രക്തക്കുഴലിന് ഇത്രയും പ്രഷർ താങ്ങാൻ പറ്റില്ല. അതും വർഷങ്ങളോളം അത് താങ്ങുമ്പോൾ അത് രക്തക്കുഴൽ പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേക്ക് വന്നിട്ട് അത് നമുക്ക് രക്തം കട്ട പിടിച്ചിട്ട് തകരാറുണ്ടാക്കാം. അതേപോലെ നമ്മുടെ കിഡ്നിയിലേക്കുള്ള പ്രഷർ ഇത്രയും കൂടുതലാണെങ്കിൽ നമ്മുടെ കിഡ്നികൾക്കുള്ള പ്രവർത്തനം മോശമാവുകയും ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ കണ്ണിന് നമുക്ക് നമ്മുടെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ട് കണ്ണ് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരാം. പിന്നെ നമ്മളുടെ മെല്ലിയതായിട്ടുള്ള രക്തക്കുഴലുകൾക്ക് ചീന്തൽ വരാം. അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നമ്മളുടെ പ്രഷർ കാരണം, അവയവങ്ങളുടെ തകരാറുകൾക്കും പ്രഷർ കാരണമായേക്കാം. പിന്നെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് വരാം, അതേപോലെ ഹാർട്ടിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടാം, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ നിരവധി കോംപ്ലിക്കേഷൻസാണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, ശശീന്ദ്രൻ, ആലപ്പുഴയിൽ നിന്ന്. ശശീന്ദ്രൻ, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ഹലോ ശശീന്ദ്രൻ, TV ഒന്ന് മ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഡോക്ടറെ. ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ പ്രഷറിനെ 5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. പ്രഷറിന് 5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. എന്താണ് സംശയം? 5 വർഷമായി ഞാൻ ഒരു മരുന്ന് ടെൽമ 20 എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് 5 വർഷമായിട്ട്. അത് കാരണം പ്രഷർ എല്ലാ ദിവസവും എപ്പോൾ നോക്കിയാലും നോർമലാണ്. അപ്പൊ ഇങ്ങനെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നവർക്ക്
അതായത് നമ്മളുടെ ടാർജറ്റ്, നമ്മളുടെ ബി പി നോക്കുമ്പോൾ നമുക്ക് 140/90 താഴെ നമ്മളുടെ പ്രഷർ ക്രമീകരിച്ച് വെച്ചാൽ മതി. അതാണ് നമ്മളുടെ ടാർജറ്റ്. ഇപ്പം നമ്മുടെ പ്രായം 80 വയസ്സിന് താഴെയാണോ? എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. 70 വയസ്സാണെങ്കിൽ 140/90 താഴെയായിട്ട് പ്രഷർ നിയന്ത്രിച്ചാൽ മതി. അതാണ് നമ്മളുടെ ഗൈഡ് ലൈൻ. മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ 24 മണിക്കൂർ നമ്മുടെ പ്രഷർ കൺട്രോൾ ആയിട്ട് ഇരിക്കും. അതായത് ഇന്ന് മരുന്ന് കഴിച്ചാൽ തൊട്ടടുത്ത ദിവസം വരെ ആ പ്രഷർ കൺട്രോൾ ആയിട്ടിരിക്കും. ആ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത ദിവസം ബി പി കൂടും. അപ്പോൾ ബി പി കൂടുമ്പോൾ നമ്മൾ ഹാർട്ടിന് ബാക്കിയൊക്കെ പ്രശ്നമാവില്ലേ? മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ മരുന്ന് ഡെയിലി കഴിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിനും തലച്ചോറിനും ബാക്കി അവയവങ്ങൾക്കൊക്കെ നല്ല ഉഷാറും ഉണർവും കിട്ടും. കുറക്കാലം സുഖമായിട്ട് ജീവിക്കാം. അത് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 വർഷത്തിനുള്ളത് കൂടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക്, അറ്റാക്ക്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ ഏതാ വേണ്ടത്? കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ 24 മണിക്കൂറേ ഒരു മരുന്ന് കഴിച്ചാലേ നമുക്കിത് നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇല്ലല്ലോ. പിന്നെ തൊട്ടടുത്ത ദിവസം മുതൽ ഹാർട്ട് കൂടുതൽ പ്രഷറിൽ ഇടിക്കണ്ടേ? അപ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഹായ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കഴിച്ചോളൂ കേട്ടോ. ശരി. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടിയുണ്ട്, റഹ്മത്ത്. ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ മോന് 30 വയസ്സുണ്ട്. ആളിന്റെ ബി പി എപ്പോഴും എപ്പോ ചെക്ക് ചെയ്താലും ലോ ആയിട്ടാണ് കാണിക്കുന്നത്. 90/55, 90/56 അങ്ങനെയാണ് കാണിക്കുന്നത്. അതിന് എന്തെങ്കിലും നമ്മള് ഡോക്ടറെ കാണിക്കോ, ചെക്ക് ചെയ്യോ, എന്തെങ്കിലും ചെയ്യണോ? എത്ര പ്രായമുണ്ട് ആൾക്ക്? 30 വയസ്സാ? 30 വയസ്സ്. 30 വയസ്സ്. ആളുടെ ശരീരം മെലിഞ്ഞതാണോ തടിച്ചതാണോ? മെലിഞ്ഞ ശരീരമാണ്. നോർമലാണ്. പുള്ളിയുടെ വെയിറ്റ് 67 kg. അത്രേ ഉള്ളൂ. വേറെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ ബി പി അദ്ദേഹത്തിന്റെ ആണോ? ക്ഷീണമാണോ എപ്പോഴും? ടയേർഡ് പോലെ കുറെ ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ജോലി ക്ഷീണം പോലെ തോന്നുന്നു, ക്ഷീണിക്കുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കോർട്ടിസോൾ ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കുക. കോർട്ടിസോൾ, ഫാസ്റ്റിംഗ് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹോർമോൺ, അതെ, നമുക്ക് നമ്മുടെ ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതുപോലെ ലോ ബ്ലഡ് പ്രഷറും ഭയങ്കരമായ ക്ഷീണവും ശരീരത്തിന് ചില ആളുകൾക്ക് കറുപ്പ് വരാം, ചില ആളുകൾക്ക് കുറച്ച് വെളുത്തിട്ട് പോവാം. അത് നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ കമ്മിയുണ്ടെങ്കിൽ ഇതേപോലെ കാണാറുണ്ട്. പക്ഷേ ക്ഷീണം അതേപോലെ തന്നെ സോഡിയം കുറയുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് ഇത് കൂടുതൽ നോക്കേണ്ടത്. വേണമെങ്കിൽ ഒരു കോർട്ടിസോൾ നോർമൽ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, പിന്നെ ഒന്നും പേടിക്കണ്ട. നമ്മൾ കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ എല്ലാം നോർമലാണ്. അദ്ദേഹത്തിന് ക്ഷീണമുണ്ടെന്ന് മാഡം പറഞ്ഞതുകൊണ്ട് അല്ല, മകന് ക്ഷീണം എന്ന് പറഞ്ഞൊരു ലക്ഷണം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോർട്ടിസോൾ ചെയ്തോളൂ പറഞ്ഞത്. അതല്ലെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിൽ നിന്ന് തന്നെ തുടരാം. ബി പി എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? നമുക്ക് ബി പി എപ്പോഴും നിയന്ത്രിക്കണം എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു ബ്ലഡ് പ്രഷർ എപ്പോഴും നമ്മൾ ചില ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് ടെൻഷനായ വെപ്രാളം ആ സമയത്തൊക്കെ നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കും. അപ്പോൾ നമുക്കൊരു 190-100 പ്രഷർ കാണും. അപ്പോഴും തന്നെ മരുന്ന് കൊടുത്ത് അതിന് ചില ആളുകൾ ഒരു മരുന്ന് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് അയാളുടെ ബി പി കുറയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബി പി നോക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ബി പി കുറയുന്നില്ല. ഇങ്ങനത്തെയൊക്കെ ചികിത്സാ രീതി പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അത് തികച്ചും തെറ്റാണ്. ആദ്യമായി നമുക്കൊരു ഹൈ ബ്ലഡ് പ്രഷർ കണ്ടാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അത് ഹൈപ്പർ ടെൻഷൻ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രോഗി ഒരു 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടി ബി പി നോക്കി അത് 140-90 മുകളിലാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് അത് ഹൈപ്പർ ടെൻഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ബി പി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ ഒന്ന് പരാമർശിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് ബി പി നോക്കുമ്പോൾ വളരെ റിലാക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു കസേരയിൽ ചാരി ഇരിക്കണം ആ രോഗി. അടുത്ത കാര്യം, അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ലെവലിലായിരിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ബി പി നോക്കുന്നൊരു
കഫുണ്ട്. അതിൻ്റെ ആ ബി പി കഫിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നീളം അദ്ദേഹത്തിൻ്റെ മിഡാം സർക്കംഫറൻസിൻ്റെ 80%, അതേപോലെ അതിൻ്റെ വീതി 40 മിഡാം സർക്കംഫറൻസിൻ്റെ 40% ആയിരിക്കണം. ഇതിൽ വ്യതിയാനം വന്നാലൊക്കെ ബ്ലഡ് പ്രഷറിന് ഭയങ്കര വ്യത്യാസങ്ങൾ വരാം. ചാരി ഇരുന്നിട്ടില്ലെങ്കിൽ ബി പി കൂടിപ്പോവാം. അതല്ല നമ്മുടെ കാലുകൾ രണ്ടും നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് വെച്ചതെങ്കിൽ അപ്പോഴും നമ്മുടെ ബി പി കൂടാം. പിന്നെ പുകവലിച്ചിരിക്കുകയാണ്, ഒരു കാപ്പി കുടിച്ചിട്ടാണ് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടാണ് ബി പി നോക്കുന്നത് ഇമ്മീഡിയറ്റ്ലി, അല്ലെങ്കിൽ 2-3 സ്റ്റെപ്പ് കയറി വന്നു, അപ്പോഴൊക്കെ നമ്മുടെ ബി പി കൂടാം. ചില ആളുകൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് തലകറക്കം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ആകെ ആങ്സൈറ്റിയിലൊക്കെ വരുന്നൊരു രോഗിയുടെ ബി പി നോക്കിയാൽ അവരുടെ ബി പി ഒക്കെ എന്തായാലും കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ അവരെ റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ബി പി നോക്കാൻ. അങ്ങനെ നോക്കുന്ന ബ്ലഡ് പ്രഷർ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ നോക്കി അത് ഇങ്ങനെ 140/90 മുകളിലുണ്ടെങ്കിൽ മാത്രമാണ് ഹൈപ്പർ ടെൻഷൻ. 180/110 ബി പി ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ അവർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഇൻഡിക്കേഷൻ ഉണ്ട്. അതല്ല ഒരു 180/120 പിന്നെ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അവർക്കും ചികിത്സ ആ സമയത്ത് തന്നെ വേണം. അല്ലാതെ ഒരു ജസ്റ്റ് 140/90 കണ്ട ഉടനെ നമുക്ക് പ്രഷറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമ്മളൊരു 2 വീക്സ് വരെ നമ്മൾ ഒന്നും കൂടി ബ്ലഡ് പ്രഷർ നോക്കിയതിന് ശേഷം മതി നമ്മൾ ചികിത്സ തുടങ്ങാൻ. ഇനി ചികിത്സ തുടങ്ങുമ്പോൾ നമുക്ക് 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, നമുക്ക് നമ്മളുടെ കുറേ ഡയറ്ററി സ്റ്റൈൽസ് നമുക്ക് മാറ്റാനുണ്ട്. അതേപോലെ ഇതിന് ഫാർമക്കോളജിക്കലും നോൺ ഫാർമക്കോളജിക്കലും, അതായത് മരുന്നുകൾ ചികിത്സ അല്ലാതെ മരുന്നല്ലാത്ത നമ്മൾക്ക് ഒരു വ്യക്തിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഷർ കുറയ്ക്കാൻ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് ഒഴിവാക്കുക, മാനസിക ഉല്ലാസം, ഹാപ്പി ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, എന്തെല്ലാം കഴിക്കണമെന്ന് നമ്മൾ കൃത്യമായി അതിൽ ഉപ്പ് വളരെയധികം ഉപ്പ് കുറയ്ക്കുക. അതായത് ആവശ്യത്തിന് ഒരു പിഞ്ച് സാൾട്ട് ഒരാൾക്ക് ഒരു ദിവസം എന്നുള്ള കണക്കിൽ നമ്മൾ ഉപ്പ് എടുക്കുക. അടുത്തത് നമ്മുടെ ഫുഡിൽ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെച്ച് നമ്മളൊരു ഹെൽത്തി ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന് കൂടെ ഒരു എക്സസൈസ് മസ്റ്റായിട്ടും ഒരു ആഴ്ചയിലൊരു 5-6 ദിവസം നമ്മളൊരു 25 മിനിറ്റോളം കൃത്യമായി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ബ്ലഡ് പ്രഷർ 10 മുതൽ 20 മില്ലിമീറ്റർ വരെ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റും. ശരി ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, അബു എറണാകുളത്ത് നിന്ന്. അബു, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാറേ. ഹലോ, പറഞ്ഞോളൂ. അതെ, കേൾക്കാം പറയാം. 1999 എനിക്ക് ചെറുതായിട്ടൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. 180/116 അന്ന് ഇത് പ്രഷറിന്റെ ഇത്. അപ്പൊ ഇടത്തെ കൈയും ഇടത്തെ കാലും ഒക്കെ ഒന്ന് മരവിച്ച് ചെറുതായിട്ടൊന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മരുന്ന് ഇഞ്ചക്ഷനൊക്കെ കുറെ ഇഞ്ചക്ഷൻ ചെയ്ത് അവിടുന്ന് ചെയ്ത് ഞാൻ നടന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നടക്കുമായിരുന്നു. ആദ്യം എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കൈവീശി നടക്കാൻ പറ്റി, റിക്കവറി ആയി. പക്ഷെ കണ്ണൊഴികെ ബാക്കിയെല്ലാം ശരിയായി. കണ്ണിനിപ്പോ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവെന്ന് പറഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റില്ല. പിന്നെ ഗുളിക ആംലോ ഡിപ്ലിനാണ് കഴിച്ചിരുന്നത്. അത് 5 mg വെച്ച് 2 നേരം കഴിച്ചിരുന്നു. ആദ്യം ഒരു നേരം കഴിച്ചിട്ട് അത് തികയാതെ വന്നപ്പോ രാത്രിയും കൂടി കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. 2 എണ്ണം കഴിച്ചു. അപ്പൊ കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം വന്ന് അപ്പൊ അവര് ആ ഗുളിക മാറ്റി. എന്നിട്ട് ബെനഡിക്ട് 4 എന്ന് പറയുന്ന ഒരു ഗുളിക, സാറിന് മനസ്സിലാകണ്ടേ? മനസ്സിലാവുന്നുണ്ട്. ബെനഡിക്ട് 4 എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഉണ്ടാകണം. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട് 3 എണ്ണം 3 പ്രാവശ്യം, 3 സ്റ്റെന്റ് ഉണ്ട്. അപ്പൊ ഇപ്പോഴെന്താണ് പ്രയാസം? ഇപ്പൊ പ്രയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേരിയേഷൻ. ചില ടൈമിന് 170-70 വരും, അല്ലെങ്കിൽ 150-70 വരും. താഴെ വരുമ്പോ താഴോട്ട് വരുന്നുണ്ട്, പക്ഷെ മുകളിലേക്കും കയറുന്നുണ്ട്. അപ്പൊ അതിന് വല്ല പ്രതിവിധി ഉണ്ടാകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. 29 ഞാൻ സഡേഷൻ കഴിക്കുന്നുണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം. ഉറക്കക്കുറവുണ്ട്. അപ്പൊ കാർഡിയോളജി പറഞ്ഞത് ക്രിയാറ്റിൻ അനുസരിച്ചാണ് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റുക. ക്രിയാറ്റിൻ്റെ അളവ് 2.5 മുകളിലാണെങ്കിൽ നമുക്ക് ലൊസാർട്ടൻ AC ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഹൃദയത്തിനും സ്ട്രോക്ക് വന്ന ആൾക്കും കൃത്യമായി കഴിക്കേണ്ട ആൻറ്റി ഹൈപ്പർടെൻസീവ് AC ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ARB ഗ്രൂപ്പ് മരുന്നാണ്.
അതായത് ടെൽമിസാർട്ടൻ, എൻലാപ്രിൽ അങ്ങനെയൊക്കെ പറയുന്ന വളരെ ലൊസാർട്ടൻ ഇങ്ങനത്തെയൊക്കെ മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ മരുന്ന് നമ്മൾ സ്ട്രോക്ക് വന്ന ആൾക്ക് അതാണ് കഴിക്കുക. പക്ഷേ ക്രിയാറ്റിനിൻ 2.5 മുകളിലാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അമിലോഡിപ്പിനും നല്ല മരുന്നാണ്. അപ്പോൾ ഈ അമിലോഡിപ്പിൻ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ മരുന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ 24 മണിക്കൂർ കംപ്ലീറ്റ്ലി ആക്ട് ചെയ്യുന്ന ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രഷറുള്ള വേരിയേഷൻ പലപ്പോഴും കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ അബുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞത് തന്നെ തുടരാം. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ മരുന്നിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ഒന്ന് നമ്മളുടെ ഡയറ്റ്, രണ്ട് നമ്മളുടെ എക്സസൈസ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ്. ഇതൊക്കെയാണ് ആദ്യം ഒരു പ്രഷർ വന്നൊരു രോഗി. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് പ്രഷർ കൺട്രോൾ ആയതിന് ശേഷം പിന്നെ നിർത്താം എന്നുള്ളൊരു ധാരണയിലല്ലാതെ ഇതൊരു കുറേ കാലത്തേക്ക് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമായി നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് കാണണം. അതിനൊരു എൻജോയ് ചെയ്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ പല ആളുകൾക്കും പ്രഷറിൻ്റെ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ താളത്തിന് വ്യത്യാസം വരും, അതേപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് മനോരഞ്ജകമായിട്ട് അവർക്ക് എന്ത് തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിൽ അവർക്ക് താല്പര്യമുണ്ടോ അതെല്ലാം നമ്മളുടെ ഹൃദയത്തിൻ്റെ താളവുമായിട്ട് നല്ല താതാത്മ്യം പുലർത്തി നമ്മുടെ ഹൃദയത്തിന് നല്ലൊരു ആരോഗ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇതിൻ്റെ കൂടെ പോകണം. അത് കഴിഞ്ഞാലാണ് നമ്മൾ മരുന്ന് ചികിത്സ നമുക്കിപ്പോൾ ഈവൻ ഹെൽത്ത് സെൻറ്റർ, നമ്മളുടെ കേരളത്തിൽ എല്ലാ ഹെൽത്ത് സെൻറ്റേഴ്സിലും നമുക്ക് പ്രഷറിൻ്റെ മരുന്നുകൾ വളരെ സുലഭമായിട്ട് കിട്ടും. മാത്രമല്ല ഇപ്പോഴും നമുക്ക് മൾട്ടിപർപ്പസ് ഹെൽത്ത് നേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക് JPHN ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഫീൽഡിൽ പോയി ഒരു ബ്ലഡ് പ്രഷറൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് സെൻറ്ററിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം വളരെ കൂടുതലാണെന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പം കിട്ടാവുന്ന പല മരുന്നുകളും, അതായത് ഈ മരുന്നുകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് 24 മണിക്കൂർ മരുന്ന് ആക്ട് ചെയ്യുന്നതായിരിക്കണം ഒരു ഐഡിയൽ ആൻറ്റി ഹൈപ്പർടെൻസി. അപ്പോൾ ഒരു നേരം കഴിച്ചാൽ തന്നെ രോഗിക്ക്, ഇപ്പോൾ മരുന്ന് കഴിക്കുന്നതാണ് പലർക്കും ഒരു വിഷമം, മരുന്ന് കഴിക്കണമല്ലോ. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ മരുന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ പ്രഷർ വളരെയധികം കുറച്ച് എനിക്ക് നല്ലൊരു ഹൃദയാരോഗ്യവും ബാക്കിയുള്ള സ്ട്രോക്കൊന്നും വരാണ്ടിരിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കണം ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ആ മരുന്ന് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കഴിക്കണമെന്നാണ് ഇപ്പോൾ ഫസ്റ്റ് കോളർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഈ മരുന്ന് 24 മണിക്കൂറേ നമുക്ക് ആക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ BP വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ വസ്തുത മനസ്സിലാക്കി എല്ലാ ദിവസവും ഈ മരുന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനുള്ളൊരു മാനസിക ഒരു ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഡോക്ടറെ കാണുന്നത് വരെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം. ഇനി ഏത് സമയത്താണ് ഈ മരുന്ന് കഴിക്കുന്നത്, രാവിലെയോ വൈകുന്നേരം? ഐഡിയലി നമുക്ക് രാത്രി കഴിക്കുന്നതാണ് ഉചിതം. കാരണം രാത്രിയിൽ നമ്മൾക്ക് നോൺ ഡിപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതായത് രാത്രിയിൽ മാത്രം പ്രഷർ കൂടുന്നൊരു ഗ്രൂപ്പ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ രാത്രിയിൽ ശരിക്കും നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കും. രാത്രിയിൽ ചിലപ്പോഴും നമ്മൾ സ്വപ്നം കാണും, അല്ലെങ്കിൽ ആളുകൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാം. ആ സമയത്തൊക്കെ നമ്മളുടെ ഹൃദയത്തിന് ഇടിപ്പുകൾക്ക് വ്യത്യാസം വരാം, BP വളരെയധികം ഷൂട്ട് ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ് മോർണിംഗ് സമയത്ത് രാത്രി കിടന്നുറങ്ങിയ ഒരാൾക്ക് രാവിലെ സ്ട്രോക്കായിട്ട് എഴുന്നേൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ രാത്രിയിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ കൺട്രോൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഇവൻറ്റ്സിലൊന്നും നമ്മുടെ BP കൂടില്ല, നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ BP വളരെ കൺട്രോൾ കിട്ടും. പിന്നെ നമുക്കൊരു ഈവനിങ് അവേഴ്സിൽ നമ്മുടെ BP നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ കഴിച്ച മരുന്നിന് ഫലപ്രാപ്തി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ രാവിലെയാണ് നമ്മൾ മരുന്നുകൾ. ഡോക്ടർ, സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. BP കൂടിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ E. ഡാനിഷ് ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.